ഗോൾഡ് നമ്മൾ മേടിക്കുമ്പോൾ ഗോൾഡ് ജ്വല്ലറി ആയിട്ട് മേടിക്കുന്നതാണോ, അതോ ഗോൾഡ് കോയിൻ മേടിക്കുന്നതാണോ, അതല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ETF മേടിക്കുന്നതാണോ, മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് മേടിക്കുന്നതാണോ, ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഗോൾഡ് ബോണ്ട്, സൊവീറിയൻ ഗോൾഡ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ്, ഗോൾഡ് എങ്ങനെ പർച്ചേസ് ചെയ്താലാണ് ഇതിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടാക്സേഷൻ വരുന്നത്, അതുപോലെ ഏറ്റവും സേഫായിട്ട് നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഗോൾഡ് മേടിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജ്വല്ലറി വഴി ഗോൾഡ് മേടിക്കാം. ഡെയിലി വെയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗോൾഡ് മേടിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഗോൾഡ് മേടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മേക്കിംഗ് ചാർജസ് ഇവിടെ വരുന്നുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസൈൻ ആണ് നമുക്ക് മേക്കിംഗ് ചാർജ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഗോൾഡ് വളയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മേക്കിംഗ് ചാർജ് കുറവായിരിക്കും. കാരണം ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കരമായ ഒരു ഡിസൈനിങ് ഒന്നും വരുന്നില്ല. ഡിസൈനിങ് നമുക്ക് മിനിമം നമുക്കൊരു 8% തൊട്ട് നല്ല രീതിയിൽ ഡിസൈൻ ആയിട്ടുള്ള ഒരു ജ്വല്ലറി എടുക്കുന്നെങ്കിൽ 35% വരെ നമുക്ക് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. അടുത്തത് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗോൾഡ് കോയിൻ. ഈ ഗോൾഡ് കോയിൻ മേടിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് അവിടെ മേക്കിംഗ് ചാർജസ് വരുന്നില്ല എന്നുള്ള കാര്യം. ബട്ട് അവിടെയും നമുക്ക് മേക്കിംഗ് ചാർജസ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 3% വരെയൊക്കെ നമുക്ക് മേക്കിംഗ് ചാർജ് ഗോൾഡ് കോയിനിലാണ് വരുന്നുണ്ട്. പിന്നെ ഗോൾഡ് കോയിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഗോൾഡ് കോയിൻ മേടിക്കാൻ പറ്റുന്ന ഒന്നിൽ ബാങ്കിൽ പോയിട്ട് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജ്വല്ലറി വഴിയും മേടിക്കാം. ഇത് നമുക്ക് പല ഗ്രാംസിൽ അവൈലബിൾ ആണ്. 1 ഗ്രാം തൊട്ട് നമുക്ക് 100 ഗ്രാം വരെയുള്ള ഗോൾഡ് കോയിൻസ് നമുക്ക് ഈ ജ്വല്ലറി പോയിട്ടായാലും മേടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ 2 കണ്ടീഷനിൽ നോക്കിയാലും നമുക്ക് ഫിസിക്കലി നമുക്ക് ഗോൾഡ് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ഡിജിറ്റലായിട്ട് ഗോൾഡ് അക്വയർ ചെയ്യാൻ പറ്റുന്ന 2-3 ഓപ്ഷൻസും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ETF മേടിക്കാം. നമുക്ക് ഗോൾഡ് ETF മേടിക്കാനായിട്ട് ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് സെറോദയാണ്. അപ്പോൾ സെറോദയിൽ നമുക്ക് എങ്ങനെ ഗോൾഡ് ETF മേടിക്കാം എന്നുള്ളത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾഡ് ETF എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഗോൾഡ് ETFs കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കൊഡാക്കിൻ്റെ ഗോൾഡ് ETF ആണ് എടുക്കുന്നത്. നമുക്കിവിടെ വ്യൂ ചാർട്ട് നോക്കി നോക്കാം. ഗോൾഡ് ETFൻ്റെ ഇപ്പോഴത്തെ വാല്യൂ വരുന്നത് 81.18 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നൊരു കാര്യം, ഗോൾഡ് ETF-ഉം അതേപോലെ നമ്മുടെ ആക്ച്വൽ ഗോൾഡിൻ്റെ കേസിൽ നമുക്ക് പ്രൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് 1 ഇയർ റിട്ടേൺസ് ഇവിടെ എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 34.08% ആണ് റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റിട്ടേൺസ് തന്നെയായിരിക്കും നമ്മൾ ഗോൾഡ് നമ്മൾ ഫിസിക്കലി മേടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മളിവിടെ വെർച്വലി ഈ ഗോൾഡ് നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഗോൾഡ് ETF വഴി ബൈ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് എന്താ സംഭവിക്കണേ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടായിരിക്കും. ആക്ച്വലി നമ്മൾ ഈ ഒരു ടൈമിൽ ഗോൾഡ് ബൈ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രോക്കർ, കൊഡാക്കിൻ്റെ ബ്രോക്കറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡ് ETF. അപ്പോൾ കൊഡാക്ക് കമ്പനി നമ്മളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഗോൾഡ് മേടിച്ചിരിക്കുന്നത്, അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് അവരെന്തായാലും അവിടെ മേടിക്കുന്നതായിരിക്കും, ആ കമ്പനി അവിടെ മേടിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സെബി റെഗുലേഷൻസ് പ്രകാരം എല്ലാ മന്തിലും സെബി വന്നിട്ട് ഇത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ റിസ്ക് ഒന്നും വരുന്നില്ല. നമ്മളിവിടെ വെർച്വലി മേടിക്കുന്ന ഗോൾഡെല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ നമ്മുടെ കമ്പനി അവിടെ മേടിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്നൊരു ഓപ്ഷനാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് സെറോദി ഓപ്പൺ ചെയ്യാം. സെറോദി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗോൾഡ് ഫണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ SBI ബാങ്കിൻ്റെ, കൊട്ടാക്കിൻ്റെ ഒക്കെ നമുക്ക് ഗോൾഡ് ഫണ്ടുകൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ SBI നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ SBI സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ റിട്ടേൺ റേറ്റ് കാണിക്കുന്നത് 34 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് റിട്ടേൺ റേറ്റ് വരുന്നത്. നമ്മൾ മുമ്പ് നോക്കിയ ഗോൾഡ് ETF പോലെ തന്നെയാണ് ഇവിടെയും റിട്ടേൺ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് എവിടെയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫണ്ടിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ETF-ൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഡൗട്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇവിടെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഗോൾഡ് ETF-ൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ള കേസ്. അപ്പോൾ ഇവിടെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് വരുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിമാൻഡ് അക്കൗണ്ട് വേണം നമുക്ക് ഗോൾഡ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്കൊരു ഡിമാൻഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു KYC ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നായാലും കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ETF തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട്. 0.1% എക്സ്പെൻസ് റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. ഗോൾഡ് മേടിക്കാനായിട്ട് അടുത്തൊരു മാർഗ്ഗമാണ് ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ ഭയങ്കര കോമൺലി കേൾക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഡിജിറ്റൽ ഗോൾഡ്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഫോൺ പേ വഴി എങ്ങനെയാണ് ഡിജിറ്റൽ ഗോൾഡ് മേടിക്കുക എന്നുള്ള കേസാണ് നോക്കുന്നത്.
ഇപ്പോൾ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിജിറ്റൽ ഗോൾഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മളിത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈ വൺ ടൈം അല്ലെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിന് വേണമെങ്കിൽ മേടിക്കാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് വരെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന പൈസയ്ക്ക് ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ അവിടെ ഡിജിറ്റൽ ഗോൾഡിന് പകരമായിട്ട് ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് വയ്ക്കുന്നുണ്ട്. ഇവിടെ വരുന്നൊരു പ്രോബ്ലം, നമുക്കൊരു റെഗുലേറ്ററി ബോർഡൊന്നും വരുന്നില്ല. നമുക്ക് ഗോൾഡ് ETF-ൻ്റെ കേസായാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും നമുക്കവിടെ സെബിയുടെ റെഗുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. 1 മന്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ആ ഗോൾഡൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ ഇങ്ങനത്തെ ഒരു ഗ്യാരണ്ടി ഇവിടെ പറയുന്നില്ല. കുറച്ച് റിസ്ക്കാണ് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസ്. അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും കൂടിയും ഈ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ വരുന്നുണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള എല്ലാം കമ്പയർ ചെയ്ത് പറയുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് സോവേറിയൻ ഗോൾഡ് ബോണ്ട് SGB. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാണ്. നമുക്ക് ഈ ബോണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഇതിന് 2 മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷത്തിന് ശേഷം മാർക്കറ്റിൽ എത്രയാണോ ഗോൾഡിൻ്റെ പ്രൈസ് അത് നമുക്ക് ഗവൺമെൻറ് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ പെർ ഇയർ നമുക്ക് 2.5% ഇൻട്രസ്റ്റും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും. അതുപോരാതെ നമുക്ക് വേറൊരു ബെനിഫിറ്റും കൂടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നില്ല. നമുക്ക് ഒറ്റ ടാക്സ് പോലും ഇതിന് കൊടുക്കേണ്ടതായിട്ടില്ല ഗവൺമെൻറ്റിന്. അങ്ങനെ ഒരു വലിയ ബെനിഫിറ്റും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കറൻ്റ്ലി ഇതിൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഗോൾഡ് ബോണ്ടുകളൊന്നും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കൊടുക്കുന്നില്ല. കറൻ്റ്ലി നമുക്ക് ഈ ബോണ്ടുകൾ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് അത് ഫ്രഷ് ആയിട്ടുള്ളൊരു ബോണ്ടുകളല്ല. ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർ സെല്ല് ചെയ്യാനായിട്ടിരിക്കുന്ന ബോണ്ടുകളാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് കൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് കാണാനായിട്ട് പറ്റും. SGB എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും April 28, അതേപോലെ തന്നെ August 27. നമുക്ക് പക്ഷേ ഇവിടെ കുറച്ച് ഹൈ പ്രൈസ് കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും എമൗണ്ട് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് വേണം ഈ ബോണ്ടുകളൊക്കെ നമുക്കിപ്പോൾ മേടിക്കാനായിട്ട്. കാരണം ഇതൊരു ഫ്രഷ് ബോണ്ടല്ല, ഗവൺമെൻറ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് മേടിച്ചിരിക്കുന്ന ആൾക്കാർ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ബോണ്ടുകളാണ്. നല്ല രീതിയിൽ ബോണ്ടിൻ്റെ പ്രൈസിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിലാണ് ഇത് മേടിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഗോൾഡ് നമ്മൾ മേടിക്കുമ്പോൾ വരുന്ന എക്സ്ട്രാ കോസ്റ്റും, അതുപോലെ തന്നെ ടാക്സ് വരുന്നുണ്ടോ, ലിക്വിഡിറ്റി എങ്ങനെയാണ് വരുന്നത്, നമുക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് ആണോ, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജ്വല്ലറിയുടെ കേസ് നോക്കാം. ജ്വല്ലറി നമ്മൾ മേടിക്കുകയാണെങ്കിൽ 3% GST നമ്മുടെ നിന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മേക്കിംഗ് ചാർജായിട്ട് മിനിമം നമുക്കൊരു പ്ലെയിൻ ഡിസൈൻ ആയാൽ പോലും 8%-ന് മേലെ നമുക്ക് ഡിസൈനിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ് ടു 30% വരെയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന് പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു പ്രശ്നമാണ്, നമുക്ക് ഒന്നില്ലെങ്കിൽ അത് ലോക്കറിൽ വെക്കണം. അപ്പോൾ ലോക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ചാർജസ് വരുന്നുണ്ട്. പെർ ഇയർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1500 രൂപ മുതൽ 3000 രൂപ വരെയൊക്കെ ചാർജ് നമുക്ക് ഈ ലോക്കറിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാർജും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഇതിൽ നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കോസ്റ്റാണ് നമുക്ക് ജ്വല്ലറി ആയിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് കോയിൻ്റെ കേസ് നോക്കാം. കോയിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് 3% GST കോയിൻ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മേക്കിംഗ് ചാർജിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു അറൗണ്ട് 3% മേക്കിംഗ് ചാർജ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലോക്കറിൻ്റെ ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ലോക്കറിനുള്ള ചാർജ് 1500 രൂപ മുതൽ 3000 രൂപ വരെ നമുക്ക് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കേണ്ട കേസ്, ഈ ഗോൾഡ് കോയിൻ വിൽക്കുന്ന സമയത്ത് നമ്മൾ മേടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഭൂരിഭാഗം കേസുകൾ 100% തന്നെ പൈസ കിട്ടാറുണ്ട്. ആ ഗോൾഡിൻ്റെ റേറ്റ് എത്രയാണോ 100% കിട്ടാറുണ്ട്. ബട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വിൽക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ 2%-ൻ്റെ അടുത്തൊക്കെ അവർ ഒരു ചാർജ് പോലെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് ജ്വല്ലറിയുടെ കേസിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോയിൻ്റെ കേസിലും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ മേടിച്ച സ്ഥലത്ത് തന്നെ വിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് ഗോൾഡ് ETF-ൻ്റെ കേസ് നോക്കാം. ഗോൾഡ് ETF-ൻ്റെ കേസിൽ വരുന്നത് ബ്രോക്കറേജ് ഫീസ് വരുന്നുണ്ട്. ഒരു 0.05% ഒക്കെയാണ് നമുക്ക് ഒരു ബ്രോക്കറേജ് ഫീസായിട്ട് വരുന്നത്. എക്സ്പെൻസ് റേഷ്യോ കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 0.2 തൊട്ട് ഒരു 1% വരെയൊക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഇവിടെ പക്ഷേ നമുക്ക് GSTയോ മേക്കിംഗ് ചാർജസോ ഒന്നും വരുന്നില്ല. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് ഒരു 0.5% ഒക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നുണ്ട്, അത് 0.01% ആണ്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് ETF വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയാണ് വരുന്നുള്ളൂ, ഒരു 0.6 ഒക്കെയാണ് വരുന്നത് ടോട്ടൽ നമുക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റുകൾ ഗോൾഡിൻ്റെ മേലെ. ഇവിടെ നമുക്ക് GSTയും അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസ് ഒന്നും വരുന്നില്ല. ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ബൈ സെൽ സ്പ്രെഡ് എന്നുള്ളൊരു ഇഷ്യൂ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് ഞാൻ 500 രൂപയ്ക്ക് ഡിജിറ്റൽ ഗോൾഡ് മേടിച്ചു. ഞാൻ ഇന്ന് തന്നെ ഈ ഡിജിറ്റൽ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 500 രൂപ കിട്ടില്ല. എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് 460 രൂപയായിരിക്കും. അപ്പോൾ 40 രൂപ എൻ്റെ അവിടെ ലോസാണ്. ഇപ്പോൾ ഒരു 4%-ൻ്റെ അടുത്തൊക്കെ
ഏത് ബ്രോക്കറാണ് ഇപ്പോൾ ഫോൺ പേ ആയാലും പേ ടി എം ആയാലും ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഗോൾഡ് മേടിക്കുന്നതെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകാർ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ചാർജായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഗോൾഡ് മേടിക്കുമ്പോൾ ഒരു 4% ലോസ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ GST കൂടി ആഡ് ആവുന്നുണ്ട്. 3% GST ആണ് ഡിജിറ്റൽ ഗോൾഡിന് വരുന്നത്. ടോട്ടൽ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഒരു അറൗണ്ട് 7% അടുത്ത് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലോസാണ് ഉണ്ടാകുന്നത് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ. SGBയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബ്രോക്കറേജ് വരുന്നത് 0.05% ഒക്കെയാണ്. ബട്ട് ഇവിടെ വരുന്ന എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പെൻസ് ഓൾറെഡി വരുന്നുണ്ട്. നമുക്കൊരു എക്സ്ട്രാ പ്രീമിയം എമൗണ്ട് നമ്മൾ ഓൾറെഡി എന്തായാലും പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിപ്പോൾ അറൗണ്ട് 2% പ്ലസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ബോണ്ട് പ്രൈസിങ്ങിൻ്റെ കേസ് വരുന്നുണ്ട്. അടുത്തതായിട്ട് ഗോൾഡിൻ്റെ ലിക്വിഡിറ്റി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ജ്വല്ലറി പോയിട്ട് നമ്മൾ ഗോൾഡ് ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ് നമ്മൾ സെല് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, ലിക്വിഡിറ്റിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്കപ്പോൾ തന്നെ സെല് ചെയ്ത് നമുക്കപ്പോൾ തന്നെ പൈസ കിട്ടുന്നതായിരിക്കും. ബട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ സ്പെൻഡ് ചെയ്ത 3% GSTയും അതുപോലെ തന്നെ നമുക്ക് വരുന്ന മേക്കിംഗ് ചാർജും നമുക്ക് ഗോൾഡ് മേക്ക് ചെയ്യാൻ വന്ന ചാർജും നമുക്ക് അവിടെ ആഡ് ആവുന്നതല്ല, അത് നമുക്ക് കട്ടായി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതൊരു ലോസാണ് അവിടെ വരിക. ബട്ട് നമുക്ക് ലിക്വിഡിറ്റിയുടെ കേസിൽ വേറെ ഇഷ്യൂസ് ഒന്നും കോയിൻ്റെ കേസിലും വരുന്നില്ല. കോയിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ് നമ്മൾ മേടിച്ച സ്ഥലത്ത് തന്നെ വിൽക്കാനായിട്ട് മാക്സിമം ആയിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 100% അന്നത്തെ ഗോൾഡ് എമൗണ്ട് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. മേക്കിംഗ് ചാർജ് 2% അടുത്ത് ലോസും അതുപോലെ തന്നെ ഒരു 3% അടുത്ത് GSTയും കൂടി നമുക്ക് ലോസ് ആവുന്നതായിരിക്കും. കാരണം നമുക്ക് ഗോൾഡിൻ്റെ എമൗണ്ട് മാത്രമാണ് കിട്ടുക, ഇതൊന്നും ഗോൾഡ് വിൽക്കുമ്പോൾ ഇൻക്ലൂഡഡ് അല്ല. ജ്വല്ലറിയിൽ പോയിട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കോയിനൊക്കെ നമ്മൾ ലിക്വിഡിറ്റി ചെയ്യുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ എക്സ്ട്രാ ചാർജസ് നമ്മുടെ വെൻഡേഴ്സ് പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏത് ജ്വല്ലറിയിലേക്കാണ് പോകണമെങ്കിൽ അവർ ഒരു എക്സ്ട്രാ ചാർജസ് പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗോൾഡ് ETF-ൻ്റെ കേസിൽ നമുക്ക് ലിക്വിഡിറ്റിയുടെ കേസിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്ക് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നമുക്ക് ലിക്വിഡിറ്റിയുടെ കേസ് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂ വരുന്നത് 2 ദിവസത്തിന് ശേഷമായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ആ ഒരു ഇഷ്യൂ മാത്രമേ വരുന്നുള്ളൂ. ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24/7 തന്നെ നമുക്ക് സെല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. SGBയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കേസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ലിക്വിഡിറ്റിയുടെ കേസിൽ കുറച്ച് പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ 8 വർഷത്തേക്കാണ് ഒരു SGB ബോണ്ട് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇടയ്ക്ക് സെൽ ഓഫ് ചെയ്യണമെങ്കിൽ അത് ബൈ ചെയ്യാനുള്ള ആൾക്കാർ വളരെ എണ്ണം കുറവാണ്. ബൈ സെൽ ഓപ്ഷൻ്റെ ആൾക്കാരുടെ എണ്ണം കുറവായ കാരണം കൊണ്ട് ലിക്വിഡിറ്റിയുടെ കേസിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പൈസ കിട്ടണമെന്നില്ല, നമ്മൾ വിചാരിച്ച എമൗണ്ടിനേക്കാൾ ചിലപ്പോൾ കുറയാനായിട്ട് ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റിയുടെ കേസ് കുറച്ച് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ബട്ട് 8 വർഷം നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എമൗണ്ട് ഫുള്ളായിട്ട് പറഞ്ഞ എമൗണ്ട് ഫുള്ളായിട്ട് തരുന്നതായിരിക്കും. ടാക്സിൻ്റെ കേസ് നമുക്ക് എങ്ങനെയാണ് ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. ജ്വല്ലറിയുടെ കേസിലാണെങ്കിൽ നമ്മൾ 2 വർഷത്തിന് മുൻപാണ് നമ്മൾ ജ്വല്ലറി വിൽക്കുന്നതെങ്കിൽ നമുക്ക് ടാക്സ് വരുന്നുണ്ട്. അത് നമ്മുടെ സ്ലാബിനനുസരിച്ചായിരിക്കും. നമ്മുടെ ടാക്സ് സ്ലാബ് എത്രയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ടാക്സ് വരേണ്ടാവുക. ഇനി 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ജ്വല്ലറി വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12.5% ടാക്സ് ആണ് വരുന്നത്. 2 വർഷത്തിന് താഴെ വരുന്ന സെല്ലിന് നമുക്ക് ഷോർട്ട് ഗെയിൻ ക്യാപിറ്റൽ ടാക്സ് ആണ് വരുന്നത്. നമുക്ക് 2 വർഷത്തിന് ശേഷം വരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. 12.5% ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് കോയിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് 12.5% ആണ്. അത് 2 വർഷത്തിന് ശേഷമുള്ള സെൽ ഓഫിനാണ് നമുക്കിത് വരുന്നത്. ഗോൾഡ് ETF-ൻ്റെ കേസിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. നമുക്ക് 1 വർഷത്തിന് താഴെയാണ് നമ്മൾ സെല് ചെയ്യുന്നെങ്കിലാണ് നമുക്ക് ടാക്സ് സ്ലാബിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കേണ്ടി വരിക, ഷോർട്ട് ഗെയിൻ ക്യാപിറ്റൽ ടാക്സ് കൊടുക്കേണ്ടി വരിക. നമ്മൾ 1 വർഷത്തിന് ശേഷമാണ് നമ്മൾ സെൽ ഓഫ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 12.5% ആണ് വരുന്ന ടാക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ETF-ൽ മാത്രമാണ്, ഗോൾഡ് ETF-ൽ മാത്രമാണ് നമുക്ക് 1 വർഷത്തിൻ്റെക്കാളും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 വർഷം 2 വർഷം ആവേണ്ട ആവശ്യമില്ല. 1 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി എല്ലാത്തിലും നമുക്ക് 2 വർഷത്തിന് മേലെയാണ് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസും സെയിം പോലെ തന്നെയാണ് വരുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് 12.5% തന്നെയാണ്. SGBയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ ബോണ്ടിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ഓരോ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് 2.5% ഇൻട്രസ്റ്റിന് നമുക്ക് ടാക്സ് വരുന്നുണ്ട്. അത് നമ്മുടെ ടാക്സ് സ്ലാബിൽ നമുക്ക് ടാക്സ് വരും. വേറെ നമുക്ക് 8 വർഷത്തിന് ശേഷം കിട്ടുന്ന ബൾക്ക് എമൗണ്ടിന് നമുക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. 8 വർഷത്തിന് മുമ്പാണ് നമ്മൾ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഗോൾഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ ടാക്സ് അപ്ലിക്കബിൾ ആണ്. 12.5% ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് 2 വർഷത്തിന് മേലെയാണെങ്കിൽ. ഈ 2 വർഷത്തിന് താഴെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടുള്ള ടാക്സ് സ്ലാബിനനുസരിച്ചുള്ള ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് നമ്മൾ ഗോൾഡൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് പ്യൂരിറ്റി.
ഈ രണ്ട് കേസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഗോൾഡിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് ജ്വല്ലറി ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് BIS ഹോൾമാർക്ക് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പുതിയ ഹോൾമാർക്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് BIS ഹോൾമാർക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെക്ക് ചെയ്യാം, സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോയിൻ്റെ കേസിൽ നമുക്കിത് അപ്ലിക്കബിൾ ആണ്. ഗോൾഡ് ETF കേസിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. 99.99 പ്യൂരിറ്റിയിലാണ് അവർ നമ്മുടെ ഗോൾഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സെബിയുടെ റെഗുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് കേസിലായാൽ പോലും നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അവിടെ നമുക്ക് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. അവിടെ 99.9% പ്യൂരിറ്റിയിലാണ് അവർ ഗോൾഡ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ വരുമ്പോഴാണ് ഇവിടെ കുറച്ച് റിസ്ക് എലമെൻറ്റ് വരുന്നത്. ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതിനൊരു അതോറിറ്റി ഇല്ല ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന ഗോൾഡ് പ്യൂരിറ്റി ഉള്ള ഗോൾഡാണെന്ന്. ഇത് പറയാനായിട്ടുള്ള കാര്യം, നമുക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് മേക്കിംഗ് ചാർജിനുള്ള പൈസയും കൊറിയർ ചാർജ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഫിസിക്കൽ ഗോൾഡായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ബട്ട് ഇതിൽ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഗോൾഡിൻ്റെ പ്യൂരിറ്റിയുടെ കേസിലൊക്കെ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നതല്ല. SGBയുടെ കേസിൽ നമുക്ക് പിന്നെ പ്രശ്നം വരുന്നില്ല. ഗവൺമെൻറ് ആണ് നമുക്ക് ഇതിൻ്റെ ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് 8 വർഷം കഴിഞ്ഞിട്ട്. പ്യൂരിറ്റിയുടെ കേസിലായാലും സേഫ്റ്റിയുടെ കേസിലായാലും നമുക്ക് ഓക്കെ ആണ്. SGBയുടെ കേസിൽ വരുമ്പോൾ നമുക്ക് ജ്വല്ലറി ആയിട്ടാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ഫണ്ട് നമ്മൾ എപ്പോഴും മാറ്റി വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വലിയൊരു ഓപ്ഷൻ കൂടി ഇതിൽ വരുന്നത്, നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ലോൺ എടുക്കാനായിട്ട് നമുക്ക് ജ്വല്ലറി തന്നെയാണ് പോസിബിൾ ആയിട്ടുള്ള. കോയിൻസ് നമുക്ക് ഗോൾഡ് ലോണിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗോൾഡ് നമുക്ക് പിന്നെ എന്തായാലും ഫിസിക്കലി മേടിക്കേണ്ട ആവശ്യം വരുന്നത് മാരേജ് ഫംഗ്ഷൻസിനാണ്. അവിടെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ചെയ്യാനായിട്ടില്ല. ബട്ട് ഇതൊരു ഗുഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഗോൾഡായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ മേക്കിംഗ് ചാർജ് നമുക്ക് എത്ര പറഞ്ഞാലും ലോസാണ്. GST നമുക്ക് ലോസാണ്. GST പക്ഷേ നമുക്ക് കുഴപ്പമില്ല, 3% എങ്ങനെ പോയാലും ഗോൾഡ് കോയിൻ മേടിച്ചാലും നമുക്കിത് ലോസ് വരുന്നുണ്ട്. ബട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഗോൾഡ് ETF നമുക്ക് വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഡിമാൻഡ് അക്കൗണ്ട് ഉള്ള ആൾക്കാർക്കാണ് ഗോൾഡ് ETF സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഇനി നിങ്ങൾക്ക് ഗോൾഡ് ETF ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിമാൻഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടാണ് ഡിജിറ്റൽ ഗോൾഡ് മേടിക്കുന്നത്. ഇതിലതുപോലെ തന്നെ റിസ്ക് കുറച്ച് കൂടുതലാണ്. നമുക്ക് ഇതിനൊരു റെഗുലേറ്ററി ബോർഡ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും റിസ്കി എലമെൻറ്റ് എപ്പോഴും ഡിജിറ്റൽ ഗോൾഡിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. SGBയുടെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗവൺമെൻറ്റിന് തന്നെയാണ് ബോണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിൽ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഒന്നും വേറെ വരുന്നില്ല. പ്യൂരിറ്റിയുടെ കേസിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും SGBയുടെ കേസിൽ വരുന്നില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു സിനാരിയോ പറയാം. ഒരു വർഷം കൊണ്ട് ഗോൾഡ് 10% ഇൻക്രീസ് ആയി. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എമൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ. അപ്പോൾ എനിക്ക് 10% ഇൻക്രീസ് ആയി. അപ്പോൾ ഞാൻ ഈ എല്ലാ രീതിയിലും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. ഈ 6 വഴിക്കൂടെയും ഞാൻ ഗോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 6 വഴിക്കൂടെയും ഞാൻ 10% ഗോൾഡിന് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും എത്ര പെർസെൻറ്റേജ് ആയിരിക്കും എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ നമുക്ക് ഓരോ സിനാരിയോയിലും നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് SGBയുടെ കേസിലാണ്. SGBയുടെ കേസിൽ നമുക്ക് 10% ആണ് നമുക്ക് ഗോൾഡിന് പ്രോഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ 12.5% അടുത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. കാരണം നമുക്ക് 2.5% വീതം ഓരോ ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ SGB പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ ബോണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് മേടിച്ചാലാണ് ഈ ബെനിഫിറ്റ് ശരിക്കും കിട്ടുന്നത്. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നത് ETF ആണ്. 8.9% ആണ് നമുക്ക് അവിടെ റിട്ടേൺ കിട്ടുന്നത്, 10% ഗോൾഡ് പ്രോഫിറ്റിൽ. മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8.5% ആണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത്. ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിൽ നമുക്ക് 5.3% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കോയിനോ അല്ലെങ്കിൽ ഗോൾഡ് ബാർ ആയിട്ടാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് 3.1% ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ജ്വല്ലറിയുടെ കേസിലാണ് നമുക്ക് ഏറ്റവും ബാഡായിട്ട് തോന്നിയിരിക്കുന്നത്. 1% അടുത്തൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ജ്വല്ലറിയുടെ നമ്മൾ എല്ലാ ചാർജസും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത്. അപ്പോൾ ജ്വല്ലറി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഒരിക്കലും അല്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ജ്വല്ലറിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഗോൾഡ് ETF തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രിഫർ ചെയ്യാനായിട്ടുള്ളത് ഡിജിറ്റൽ ഗോൾഡിനേക്കാളൊക്കെ പകരമായിട്ട് നിങ്ങൾ ETF ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഗോൾഡ് ETF മേടിക്കുക, അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ETF സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ ഗോൾഡ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലാണ്. നിങ്ങളെല്ലാവരും മാക്സിമം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.